ഈ നേരം വരായിട്ട് ഓക്ക് നീച്ചു വരാനായിട്ടില്ല. ഇങ്ങനെ തന്നെ ഇക്കാരോ അവിടൊക്കെ പഠിപ്പേ. അവിടുത്തെ പഠിപ്പല്ലേ ഇപ്പൊ ഇവിടെയും കാട്ടുള്ളൂ. അപ്പൊ സ്വന്തം തള്ളിയും തന്തൊക്കെ പറഞ്ഞു കൊടുക്കണം. നീച്ചു വന്നാ? നീച്ച്. ഇത് അവിടെ ഇങ്ങനെ തന്നെ നേരം വൈകിട്ടാ നീച്ചല്? അമ്മ ഇനി നേരത്തെ നീക്കണ്ടേ ഞാന്. ഇങ്ങനെ നേരത്തെ നീച്ചൊന്നും ചെയ്യില്ലല്ലോ. കോളേജിൽ പോവും, സമയത്തൊക്കെ അല്ലേ നീച്ചല്ലേ. ഇനി ഞാൻ ശ്രദ്ധിച്ചോണ്ട്. എന്നാലേ അവിടുത്തെ പഠിപ്പൊന്നും ഇനി ഇവിടെ എടുക്കരുതിട്ടാ. ഇവിടെ എല്ലാരും നേരത്തെ നീക്കും. ഇവിടെ ഞാൻ നേരത്തെ നീച്ച് വേഗം പണികളൊക്കെ ഒരുക്കും. അതേപോലെ തന്നെ ഇജ്ജും ചെയ്യുണ്ടു. പിന്നെ ഇവിടെ ആരും രാവിലെ ചായ ഒന്നും കുടിക്കൂല. ഇജ്ജ് കുടിക്കുവോ? ഇവിടെ ആർക്കും പറ്റൂല. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കലില്ല. പിന്നെ എന്തിനാ വെറുതെ ചായപ്പൊടി പഞ്ചസാര ഒക്കെ ചെലവാക്കണ വിചാരിച്ചിട്ട് ഒന്നും ഉണ്ടാക്കലില്ല. വേണ്ടമ്മ, ഉണ്ടാക്കലില്ലേ? വേണ്ട. എന്നാ പിന്നെ ലാഭമായല്ലോ. ആർക്കും ചായ വേണ്ട. അപ്പൊ പിന്നെ എന്തിനാ പഞ്ചസാരയും ചായപ്പൊടിയും കഴിച്ചേണ്ട ആവശ്യമില്ല. നമുക്ക് കുറെ ദിവസം പോവുകയും ചെയ്യും. വൈകുന്നേരം ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കാം. എന്നുവെച്ച് പോയിട്ട് അകൊക്കെ ഉണ്ട് അടിച്ചൊരു തുടച്ചാളാ. പിന്നെ ഫാൻ ഇടൊന്നും ചെയ്യണ്ട കേട്ടോ. മഴയെന്ന് വിചാരിച്ചിട്ട് ഫാൻ ഇട്ടുകൊണ്ട് നിലം ഉറക്കൊന്നും വേണ്ട. അത് തന്നെ അത് വറ്റിക്കോളും. ഈ കറണ്ട് ബില്ല് കൂടുതലാണ്. കഴിഞ്ഞ മാസം തന്നെ 500 റുപ്യ വന്നിക്കണ്. എങ്ങനെയാണാവും ഇങ്ങനെ കൂടി? കല്യാണം ഇതൊക്കെ ആയിട്ട് ഇക്കാരം വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇനി ഫാൻ ഒന്നും ഇടാൻ നിക്കണ്ട. പിന്നെ അതേപോലെ പാത്രം വെക്കുമ്പോ വെള്ളം എടുക്കുമ്പോ കുറച്ചെടുക്കണം കേട്ടാ. ഇവിടെ അല്ല വെള്ളത്തിന് പ്രശ്നമുണ്ട് അല്ലേ? കുറവാ വെള്ളം? വെള്ളമൊക്കെ ഇവിടെ ഇഷ്ടം പോലെ. അയൽവാസികളൊക്കെ ഇവിടുന്ന് തന്നെയല്ല വെള്ളം കൊണ്ടുവരുന്നത്. ആ പെരും വെയിലത്ത് എല്ലായിടത്തും വെള്ളം വറ്റീന്. ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇവിടെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എന്താ എന്റെ നോട്ടം കൊണ്ടാണ് ഈ വെള്ളം വറ്റാതെ നിന്നത്. ഞാൻ ഒന്നരാടം കൂടുമ്പോഴൊക്കെ മോട്ടർ ഇടുള്ളൂ. ഒന്നരാടോ? ഒന്നരാട അത്രയൊക്കെ മതി വെള്ളം. ചിലപ്പോ 2-3 ദിവസം കഴിയും. വെള്ളം കഴിഞ്ഞാലും ബക്കറ്റിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടൊക്കെ കഴിക്കുക ചെയ്യുക. അതേപോലൊക്കെ ചെയ്യാട്ടാ. പാത്രം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തൊട്ടിപ്പാത്രത്തേക്ക് വെള്ളം എടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒഴിച്ചിങ്ങനെ കഴുകിയാൻ തിട്ടാ. പൈപ്പ് തിരിച്ചിട്ട് അങ്ങനെ അത് കഴിച്ചല്ല. നമുക്ക് അറിയാത്തോണ്ട് പറഞ്ഞു തരാ ഞാൻ. അല്ല, അവിടുത്തെ ശീലങ്ങൾ ഇവിടെ വന്നിട്ട് എടുത്തിട്ടുണ്ടെങ്കിലേ ഞാൻ കുത്തുപാളെടുക്കും. ഈ പെരന്റെ ഉള്ളത്തെ ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോണെന്നുള്ളതൊക്കെ മാത്രമേ അറിയുള്ളൂ. ഇവളെ സ്വഭാവം എന്താന്ന് ആർക്കറിയാം. കണ്ടിട്ട് വലിയതൊന്നും കാണാനില്ല. കാണിച്ചോ കാക്കട്ടെ. ഒരു വെള്ളം കുപ്പി കൊടുന്ന് വെച്ചിരിക്കുന്നു ഫ്രിഡ്ജിന്റെ മേലെ. ഇജ എടുക്കതൊക്കെ ഇട്ട് ഇതൊക്കെ ഒന്ന് കഴുകിയിടാൻ വേണ്ടിട്ടായിരുന്നു. കല്യാണത്തിന് ഇട്ടതും പിന്നെ ഇന്നലെ വന്നിട്ട് ഇട്ടതൊക്കെ ഉണ്ട്. പിന്നെ വാഷിംഗ് മെഷീനിൽ തിരുമ്പണ്ടിട്ടാ കല്ലുമ്മ തിരുമ്പിയാ മതി. ഞാൻ കല്ലുമ്മേ തിരുമ്പല്. കല്ലുമ്മ മഴ പെയ്യുന്നുണ്ട്. മഴയത്ത് ഉണങ്ങുമ്മ പുറത്ത് ഇട്ടാല്. മഴയൊക്കെ പെയ്തോട്ടെ. പണ്ട് കാലത്ത് ഇപ്പൊ ഈ വാഷിംഗ് മെഷീൻ ഇതൊക്കെ ഉണ്ടായിട്ട് എല്ലാരും കല്ലുമ്മ തിരുമ്പിട്ടല്ലേ ഉണക്കുന്നതും ഒക്കെ. നല്ല പീഞ്ഞിട്ടാണ്ട് ഉണങ്ങിക്കോളും കാറ്റ് തട്ടിയിട്ട്. ഒന്നും ഉണങ്ങിയത് ഒത്തു കൊടുന്നിട്ടാലോ? വേണ്ട, ഒലർന്നത് ഉള്ളിക്കൊന്നും ഇടൊന്നും വേണ്ട. അത് അവിടെ തന്നെ കിടന്ന് കാറ്റ് കൊണ്ടോളും. മഴയൊന്നും പെയ്ച്ചണൊന്നുമില്ല. ഇത് കല്ലുമ്മ തിരുമ്പിക്കോട്ടെ. മെഷീനിൽ തിരുമ്പല. കറണ്ട് ബില്ലിന്റെ കാര്യം ആലോചിക്കുമ്പോ തന്നെ മനസ്സിന് പേടിയാണ്. കഴിഞ്ഞ മാസത്തെ കാര്യം ഇപ്പൊ എന്നോട് ഞാൻ പറഞ്ഞില്ലേ, 500 റുപ്യാണ് വന്നിക്കണ്. ഇനി ഈ മാസം എന്തൊക്കെയാ വരികയെന്ന് ആർക്കറിയാം. എന്തായാലും കല്ലുമ്മ തിരുമ്പിയാ മതി. ഓളെ പെരയത്തെ പോലെ ഓള് ഇങ്ങനെ കാട്ടിക്കൂട്ടാണ്. എന്റെ പെരയിലാവുന്നു നടക്കൂല. ഈ പെണ്ണ് ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ട് ഇതെന്താ ഇവിടെ വന്നിരിക്കണ്? ഇജെന്താ ഇവിടെ ഇരിക്കണ്? ഞാൻ വെറുതെ ഫോണിൽ ഇങ്ങനെ നോക്കിട്ട് ഇരിക്കുന്നു.
ഫോണുമ്മ കളിക്കണേ. വെറുതെ ആ ഫോണിൽ ഇങ്ങനെ കുത്തിങ്ങാണ്ടിരിക്കാതെ ആ ഫോൺ അവിടെ വെച്ചാളാ. അതില് ചാർജ് ചെയ്യൂലേ? ചാർജ് കഴിഞ്ഞ എന്താ കാട്ടുക? ചാർജർ ഇവിടെ ഉണ്ടല്ലോ, കുത്തിവെക്കാലോ. ആ ചാർജറൊക്കെ അവിടെ ഉണ്ട്. അത് വിചാരിച്ചിട്ട് ഏത് നേരം കുത്തിവെക്കാനൊന്നും ഞാൻ സമ്മതിക്കൂല. കറണ്ട് ബില്ലേ വേഗം കേറും. പിന്നെ ഇത് എന്റെ മാപ്പിളൊന്നല്ല ഇറക്കുന്നത്, ഞാൻ തന്നെയാണ് ഇറക്കണതേ. നിന്റെ അടുത്താണ് എല്ലാ പൈസയും കൊടുന്നു തരിക. അപ്പൊ ആ പൈസ കൊണ്ട് നുള്ളി പെറുക്കിയിട്ട് കാണാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ടെങ്കിൽ തുച്ഛമായിട്ടുള്ള പൈസയാണ് ആ ഓഫീസിൽ നിന്ന് കൊടുക്കണത്. അതുകൊണ്ട് ഇപ്പൊ ഒന്നും നടക്കണില്ല. അതുകൊണ്ട് ഇജ്ജ് ഫോണുമ്മകളൊക്കെയാണ് കുറച്ചാളാ. എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ പെരേക്ക് ഒന്ന് വിളിച്ചാനോ അല്ലെങ്കിൽ ഓനക്ക് വിളിച്ചാൻ എന്തിനേലൊക്കെ എടുത്താൽ മതി. കളിയൊക്കെയാണ് കുറച്ചാളാ. പിന്നെ ഈ ലൈറ്റ് ഇങ്ങനെ ഇട്ടക്കണ്ടിട്ട് 24 മണിക്കൂർ ഇവിടെ ആരും ലൈറ്റ് ഒന്നും ഇട്ടക്കൂല. ആ ജനലൊക്കെ തുറന്നിടുക ചെയ്യാ. ലൈറ്റും ഫാനും ഒക്കെ ഇട്ടേച്ചിക്കും. അങ്ങനെ ആ ഫോണുമ്മ നോക്കിയിരിക്കാതെ പോയിട്ട് ആ അരി ഒന്നിട്ട് ഇട്ടാ വേട്ടൂട്. വെച്ചോളാം. ആ ഇത് അരി എടുത്താ. പിന്നെ ഞാനോട് ഒരു കാര്യം പറയാൻ മറന്ന്. 1.5 ഗ്ലാസ് അരി ഇട്ടാ മതി ഇട്ടാ. അതിന് ബാക്കി കാരം 2 നേരത്തിനും കൂടി. 2 നേരത്തിനും കൂടി ഉണ്ടാവും ഉമ്മ. ആ 2 നേരത്തിന് മതി. ഞാനും പോയി 1 ഗ്ലാസ് അരി ഇട്ടിട്ട് 2 നേരം കൂടി വെക്കല്. പിന്നെ അണക്കല്ലേ, ഇക്കൊരു തുള്ളി കഞ്ഞി മതി. പിന്നെ അണക്കൊരു ചോറും പിന്നെ ഓനക്ക് ചോറും. അതുകൊണ്ട് വൈകുന്നേരത്തിനൊന്നും അധികം ഒന്നും ആരും നിന്നൂല. ബാക്കി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ആ തെങ്ങിലോട്ട് കൊണ്ടുപോയി കൊട്ടാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ചേച്ചി ആ 1.5 ഗ്ലാസ് അരി ഇട്ടാൻ നല്ല ഇങ്ങോട്ട് വടിച്ചെടുത്തോ. അതുകൊണ്ട് ഇങ്ങനെ കൂർമ്പിച്ച് ചേർത്തൊന്നും വേണ്ടട്ടാ. ആ ഈ 1.5 ഗ്ലാസ് അരി കൊണ്ട് എങ്ങനെ 2 നേരം കൂടി പോലൊന്നും എനിക്ക് ചെയ്യില്ല. നല്ല വിശക്കും ഉച്ചക്കൊക്കെ. വീട്ടിലാവുമ്പോ 2 നേരമൊക്കെ ചോറും പുറത്തുമില്ല. ഇത് 1 നേരത്തിന് തരില്ല. ഇങ്ങനെ ബിസ്ക്കറ്റ് ഇത് എന്ത് കാട്ടാനാ? എനിക്ക് വെച്ച് പട്ടിണി എടുക്കാം. കല്യാണം കഴിഞ്ഞ് ഇന്നലെ കേറി വന്നിട്ടുള്ളൂ. അപ്പൂത്തിനും ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ എങ്ങനെ ഇക്കാരം? ഇപ്പൊ ഇനി പെരുന്നാളാ വരുന്ന. ഇനി വീട്ടിൽ പോവാൻ എന്താ കാട്ട്? നിക്കാണ്ട് ചോദിച്ചോക്കാം. പോണം. ഒരു ഭാഗത്ത് ഇരിക്കാനും സമ്മതിക്കൂല. എന്താണ് വലിയ ആലോചനയിലാണോ? നിങ്ങൾ നേരത്തെ വന്നോ? നേരത്തെ വരാതെ ഇച്ചുള്ളതല്ലേ ഇവിടെ, അപ്പൊ കുറച്ച് നേരത്തെ വരണ്ടേ? എന്തേ ഞാൻ വന്നതിൽ സന്തോഷമില്ലേ? സന്തോഷത്തിനൊന്നും കുറവൊന്നുമില്ല. സന്തോഷമൊക്കെ തന്നെയാണ്. അല്ലക്ക പെരുന്നാളല്ലേ വരുന്നേ. ഒരു തേട്ടോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മളെ കല്യാണത്തിന്. അപ്പൊ പെരുന്നാൾക്ക് വെച്ചിട്ട് ഞാൻ 2 ദിവസം മുന്നേ വീട്ടിക്ക് പോട്ടെ. എന്നോട് ചോദിച്ചു നോക്ക്, ഉമ്മ എന്താ പറഞ്ഞേച്ചാ അതുപോലെ ചെയ്യേ. ഉമ്മാനോട് ചോദിക്കേ? ആന്തിനാ ഉമ്മാനോട് ചോദിക്കണക്ക്? നിങ്ങളോട് ചോദിച്ചാ പോരെ? ശരി, കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നാലേ മൂത്ത ആൾക്കാരോടൊക്കെ ചോദിക്കണം എവിടേക്ക് പോവാണെങ്കിലും. അതൊക്കെ വേണ്ടി വരും. ഈ അമ്മ ആദ്യം ഫോണ് വിളിച്ചിന്ന് സംസാരിച്ചിരുന്ന പോലെ ഒന്നുമല്ല. ആകെ എന്തൊക്കെയാ മാറ്റം. അങ്ങനത്തെ സ്വഭാവം സ്വന്തം വീട്ടിൽ വന്നാ ഉണ്ടാവുക. ചെന്ന് പോടി പെണ്ണ അവിടുന്ന്. ഞാൻ ഉമ്മാനോട് ചോദിച്ചു നോക്കട്ടെ ട്ടോ. എന്നാ നമുക്ക് പോവാലോ. ഞാനുണ്ടാവില്ല, ഇജ്ജ് പോണ്ടി വരും. നിങ്ങളുണ്ടാവൂലെന്നോ? നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരില്ലിക്ക. ഞാനെങ്ങനെ വരിക? ഇവിടെ ഉമ്മാന്റെ അടുത്ത് ആള് വേണ്ടേ? ഇമ്മാന്റെ അടുത്ത് ആള് വേണമെന്ന് പറഞ്ഞാല് എപ്പോഴൊന്നും ഇല്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റില് പോവല്ലേ, അതൊരു പെരുന്നാള്. അപ്പൊ തലേ ദിവസം നിങ്ങൾ ഇന്ന് കൊണ്ടാക്കി തന്നാ മതി. തലേ ദിവസം വന്ന് നിന്നാ മതി.
ആ അമ്മ എന്താ പറയുന്നത് വെച്ചാ അതേപോലെ ചെയ്യ, അല്ലാപ്പ എന്താ കാട്ടുക. ഉം. ഞാൻ അമ്മയോട് ചോദിച്ചോളാം. ആ ഇതിപ്പോ വല്ലാത്ത കഷ്ടായല്ലോ. ഇത് റബ്ബേ, ഇത് ആരോടൊക്കെ സമ്മതം ചോദിക്കണം. നീ ആലോചിക്കണേ. ഒന്നുമില്ല. പിന്നെ പോകുമ്പോ എന്തെങ്കിലും കൊണ്ടോണ്ടേ? നിങ്ങൾക്ക് പൈസ എന്തെങ്കിലും ഉണ്ടോ? എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല, ഒക്കെ ഉമ്മാന്റെ അടുത്താണ്. ഇമ്മാന്റെ അടുത്തോ? അതെന്താ ഇമ്മാന്റെ അടുത്ത്? ഞാനിപ്പോ മാസം പൈസ കിട്ടുമ്പോ ഞാൻ എല്ലാ പൈസ ഉമ്മാന്റെ അടുത്താ കൊടുക്കല്. എല്ലാ പൈസ ഇമ്മാന്റെ അടുത്താ കൊടുക്കല്? അപ്പൊ നിങ്ങക്ക് വെച്ചിട്ട് ചെലവിനൊന്നും നിങ്ങൾ എടുക്കലില്ല? എനിക്കിപ്പോ ചെലവ് ഇപ്പൊ എന്താ, വണ്ടിയിൽ ഒന്ന് എണ്ണ അടിക്കണം, അതിന് ഉമ്മാനോട് ചോദിക്കും, അത്ര തന്നെ. ഉമ്മ, ആന്റിയെ, ഇക്കൊരു കാര്യം പറയണ്ടായിരുന്നു. പറയ്, എന്താണ് കാര്യം? പെരുന്നാളല്ലേ വരുന്നത്. ആ, എന്തായാലും വീട്ടിലേക്കൊന്നും പോയിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ 2 ദിവസം മുന്നേ പോട്ടെ. നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാ പിന്നെ എന്റെ അടുത്ത് ആരാ ഉള്ളത്? അല്ല, ഇക്കന്നെ കൊണ്ടാക്കിട്ട് ഇങ്ങോട്ട് തന്നെ വരും. ഉമ്മാന്റെ അടുത്ത് ഇക്ക ഉണ്ടാവുമല്ലോ. ഓനൊരാണല്ലേ, ഓനിക്ക് എപ്പോഴാ പുറത്തേക്ക് പോകേണ്ടി വരികയെന്നൊന്നും അറിയില്ല. ഇജിനിപ്പോ എന്തായാലും പെരുന്നാളിന്റെ തലേ ദിവസം പോയാ മതി. അല്ലമ്മ, എല്ലാരും ഉണ്ടല്ലോ പെരേല്. ഓലൊക്കെ ഇനിയിപ്പോ പോവും, സ്കൂള് തുറക്കല്ലേ. പെരുന്നാള് കൂടിയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് നിക്കാണ്. അപ്പൊ ഞാൻ ചെല്ലുമ്പോ ആരും ഉണ്ടാവില്ല. ഓലെല്ലാരും പോയിക്കോട്ടെ. അതേപോലെയാണ് ഇജ്ജ്. ഓലെന്ന് പറഞ്ഞാൽ ഒറ്റക്ക് താമസിക്കുന്ന ആൾക്കാരാണ്. വാപ്പി ഇല്ല, ഉമ്മ ഇല്ല, ആരും ഇല്ല. അതേപോലെ ഇജ്ജ് ഞങ്ങൾക്ക് രണ്ടാക്കും നോക്കാൻ ഞാൻ ഉണ്ട്. പിന്നെ ഒരു പെരയില്ലേ? ഓലൊക്കെ പിന്നെ വാടക പെരയിലാ നിക്കണെങ്കിലും വെക്കാം. ഓലൊക്കെ പോവും. ഓലൊക്കെ പോയിക്കോട്ടെ, ആൾക്ക് പിന്നെ പോവാ. ഞാൻ അതിന് മുഖം കയറ്റി നിക്കണ്ട. എന്നാ ഇപ്രാവശ്യം നിങ്ങൾ പോയിക്കോളി. പെരുന്നാളിന്റെ തലേ ദിവസം തന്നെ പോയാ മതി. പിന്നെ പോയിങ്ങാണ്ട് വേണ്ട പോന്നോളാം. ഇനി എല്ലാ പ്രാവശ്യം ഇതേപോലെ ആവാൻ നിക്കണ്ട. കല്യാണം കഴിഞ്ഞിട്ട് ആകെ ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പൊ ഇതിനെ പെരേക്ക് മണ്ടായിട്ട്. ഞാനൊക്കെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് ആ പെരേക്കാണ് പോയിട്ട് പിന്നെ പോണത് 2 മാസാണ്. 2 മാസം കഴിഞ്ഞിട്ടാ ഞാൻ പോണത്. ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ ഇതിനൊന്നും ഓളെ കൊണ്ട് പറ്റൂല. ആകെ കേടന്നത് പുറത്ത് വെച്ചിട്ട് നാസാക്ക. അച്ഛന്മാര് ദോരെ ഇല്ലൊക്കെ ഇങ്ങനെ കറിയിൽ ഇതിലൊക്കെ ഇടുന്നതാണ്. കല്യാണം കഴിഞ്ഞ ഒരാഴ്ച ആയപ്പോ തന്നെ ഇവിടെ വിട്ട് പോയി എന്നുള്ള പേര് കേൾക്കും. ഞാൻ എന്റെ പേരേക്ക് പോയാൽ അത്രയും കഷ്ടപ്പെട്ട് കല്യാണം കഴിപ്പിച്ചിട്ട് അവിടെ ചെല്ലാനാണോ ചോദിക്കും. കുടുംബങ്ങളെ മുന്നിൽ നാണം കെടും. എന്താ ഒരു വഴിയുള്ളത്? ഒരു വഴിയില്ലല്ലോ പടച്ചോനെ, എന്താ ചെയ്യ? ഇമ്മാനോട് ഇതൊക്കെ പറഞ്ഞാല് ഒന്നും വിശ്വസിക്കൂല. ഇത് കാണിച്ചിട്ട് ഇത് പിടിച്ചു. ഈ പിസ്ക് എന്നും പിസ്കിട്ടല്ലേ ജീവിക്കണം. അതുമ്പോൾ ഭക്ഷണം കഴിക്കാനും കൂടി പറ്റും. ഫോൺ വിളിക്കണ്ട അതിന്റെ ഇടയില്. ഹലോ അമ്മ, ഞാൻ ഇവിടെ ഇരിക്ക.
ആ പണികളൊക്കെ കഴിഞ്ഞു. ഒന്നുമില്ലമ്മ. പെരുന്നാക്കോ? പെരുന്നാക്ക് ഞാൻ വരുന്നില്ലമ്മ. ഇക്കാക്ക് ലീവില്ലാന്നാ പറഞ്ഞു. അത് നിക്കറിയില്ല, ഇക്ക അങ്ങനെ പറഞ്ഞു ലീവില്ലാന്ന്. ഇന്ന് ഇവിടെ ഒന്നിനൊരു സ്വാതന്ത്ര്യം ഇല്ലമ്മ. ഒന്നും എടുക്കാൻ പാടില്ല, ഒരു ഫോണ് വരെ തൊടാൻ പാടില്ല. എനിക്കറിയൂല, ഓലമ്മാന്റെ അടുത്താ ഓല് പണിയെടുത്ത പൈസ ഒക്കെ കൊടുന്നു കൊടുക്കണമ്മ. എന്റെ ഒരു കാര്യത്തിന് പോലും ഓലെടുത്ത് പൈസ ഇല്ല. ഒരു പാഡ് വാങ്ങാനുള്ള പൈസയും കൂടി ഞാൻ ഓലമ്മാന്റെ അടുത്ത് നിന്ന് ഇറക്കണം. എനിക്ക് വയ്യമ്മ. ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ മടുത്തുകണ്. നേരം വെക്കി നീച്ച അതിന് കുറ്റാണ്. ഞാൻ എങ്ങനെ ഇതൊക്കെ നിങ്ങളോട് പറയാന്ന് വിചാരിച്ചിട്ടേന്ന്. ഇപ്പൊ പറയല്ലാതെ നിവർത്തില്ല അമ്മ. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് മകള് വീട്ടിക്ക് വന്നു എന്നുള്ള പേര് കേക്കണ്ടാച്ചിട്ട് മുണ്ടാതെ നിക്ക. ഞാൻ അതൊക്കെ കല്ലുമ്പോ തന്നെ കൊണ്ടുപോയി തിരുമ്പണം. ഈ പെരുമായി പെയ്യുമ്പോ വാഷിംഗ് മെഷീനിൽ ഇട്ട് ഉണക്കാനും കൂടി പറ്റൂല. അപ്പൊ കറണ്ട് ബില്ല് കൂടും. പിന്നെ വെള്ളം കുറച്ച് ഉപയോഗിക്കണം, വെള്ളം എടുക്കരുത് ചെയ്യരുത്, ഇതൊക്കെ തന്നെ പറച്ചില്. എങ്ങനെ ഇങ്ങനെ ജീവിതകാലം നിക്കാൻ എനിക്ക് അറിയൂല. ഞാൻ പോന്നാല് ആൾക്കാർ അതും ഇതൊക്കെ പറയില്ലമ്മ. ഞാൻ വരാം. എനിക്ക് തീരെ താല്പര്യമില്ല ഇവിടെ നിക്കാന്. എനിക്കും തന്നെ ഓരോലമ്മ എന്താ പറഞ്ഞാ അത് മാത്രം കേക്കുള്ളൂ. ഒരു വീട്ടിക്ക് പോട്ടെന്ന് ചോദിച്ചിട്ട് അടക്കോല അതാ പറയണത്. ഉമ്മാനോട് ചോദിച്ച ഉമ്മാന്റെ സമ്മതം ഉണ്ടെങ്കിൽ പോവാന്ന്. ശരി. ആ എന്ത് ഇവിടെ വന്നിരിക്കണ്? ഒന്നല്ല. അന്നതമ്മ വിളിക്കണം. എന്തിനാ? ഇത് നല്ല മഴ, തിരുമ്പിയത് കൊടുന്നാക്കാനാ. നിങ്ങൾ അമ്മാനോട് തന്നെ എടുത്താക്കാൻ പറയും. ഞാൻ പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞാണ് ആ റൂമിലോ അല്ലെങ്കിൽ വാർപ്പിന്റെ മേലെ കൊണ്ടുപോയി ഇടാന്നുള്ളത്. അപ്പൊ നിങ്ങളമ്മ കേട്ടില്ല. പുറത്തന്നെ കിടന്ന് ഉണങ്ങണം. ഈ മഴയത്ത് ഇന്ന് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ടില്ല നിങ്ങളമ്മ അത് അവിടെ ഇട്ടത്. നിങ്ങളമ്മ തന്നെ എടുത്താക്കാൻ പറയും ഉൾക്കാച്ച. എന്താ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെ പറയേണ്ടത്? പെട്ടെന്നൊരു ദിവസം എന്റെ സ്വഭാവം ഒന്ന് മാറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ മാറ്റാനാ? എന്റെ ജീവിതശൈലി ഞാൻ എങ്ങനെ മാറ്റാനാ? എനിക്ക് പട്ടിണി എടുത്തിട്ട് ശീലമില്ല. പട്ടിണി എടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ. ആകെ ഒരു 1.5 ഗ്ലാസ് അരി 2 നേരത്തിന് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ മനുഷ്യന്മാര് നല്ലപോലെ ഭക്ഷണം കഴിക്കുക? നിങ്ങൾ പറഞ്ഞാട്ടി. നിങ്ങൾക്ക് ശീലയിക്കാരോ, പക്ഷെ എനിക്ക് ശീലമില്ലായിട്ടാ. പെട്ടെന്ന് വെച്ചിട്ട് എന്റെ സ്വഭാവങ്ങൾ മാറ്റാൻ പറയുമ്പോഴേ നടക്കണ കാര്യമില്ല. ഇക്കൊരു 500 രൂപ വേണം. എന്തിനാ ആവശ്യമുണ്ട്? ആവശ്യമുള്ളത്? എല്ലാ ആവശ്യങ്ങളും ഇങ്ങോട് പറയണമെന്നുണ്ടോ? ഒരു പെണ്ണാവുമ്പോ എന്തെല്ലാം ആവശ്യങ്ങൾ ഉണ്ടാവും. എനിക്ക് നിങ്ങളത് തന്നേ പറ്റുള്ളൂ. ഉമ്മാനോട് ചോദിക്കേണ്ടി വരൂല്ലേ? നോണില്ലാത്ത സാധനം. പിന്നെ നിങ്ങളമ്മാന്റെ നിങ്ങൾ ഈ ഒരു കളി കണ്ടുങ്ങാണ്ടേ ജീവിതകാലം എനിക്ക് ഇവിടെ നിക്കാൻ പറ്റൂല. ഞാൻ എന്റെ വീട്ടിൽ പോവാണ്.
ഇന്റെ വാപ്പ ഇന്ന് എന്തെന്നോട് പറഞ്ഞെന്നറിയോ, ഈ ഇങ്ങോട്ട് പോരേന്നാ. കാരണം ഇനി എത്ര കാലം, 1-2 ദിവസമല്ലല്ലോ നിങ്ങൾ ഈ സ്വഭാവം സഹിച്ച് ഞാൻ നിക്കേണ്ടത്, കാലാകാലം നിക്കണ്ടേ. ഞാൻ പോവും എന്റെ പെരേക്ക്. എന്തായാലും നിങ്ങളും നിങ്ങളെ അമ്മയും കൂടി നിന്നോളി, അല്ലെങ്കിൽ നിങ്ങൾ വേറെ കല്യാണം കഴിച്ചോളി. ആ പെണ്ണിന്റെ അതോ ഗതി, അല്ലാതെ എന്തെന്നാ പറയാ. ഞാൻ പോവാ. എന്താ ഇവിടെ രണ്ടാളും കൂടി ഒരു വർത്താനൊക്കെ കേട്ടീന്ന്. ജോക്ക, ഞാൻ പോവും എന്റെ പെരേക്ക്. പിന്നെ നിങ്ങളെ മകൻ എനിക്ക് തന്നൊരു സാധനം ഞാൻ കൊണ്ടുപോണില്ല. ഞാൻ അടുത്ത കല്യാണം കേൾക്കുമ്പോ നിങ്ങളെല്ലാം വാങ്ങണ്ടേ. അതുകൊണ്ടേ ഇക്കൊന്നും വേണ്ട, നിങ്ങൾ ആ പെണ്ണിന് കൊടുത്താളി. ഇനിയിപ്പൊ അതിന് പൈസ ചെലവാക്കണ്ട. മകനെ വളർത്തുമ്പോഴേ ഫുള്ള് പൈസക്ക് വേണ്ടിട്ട് വളർത്തരുത്. മകൻക്ക് ഒരു ജീവിതം ഉണ്ട് എന്നുള്ളതേ അത് ആലോചിക്കണം. ഏത് ഉമ്മാരായാലും ഏത് വാപ്പാരായാലും ആദ്യം അത് ആലോചിക്കും. നിങ്ങക്ക് ഫുള്ള് പൈസ, ഒന്നുമ്മി തൊടാൻ പാടില്ല. ഒന്നുമ്മി വെറുതെ അല്ല പഠിച്ച നിങ്ങൾക്ക് ഒരു മകളെ തരാതിരുന്നത്. അല്ലാന്നുണ്ടെങ്കി ആ കുട്ടി എങ്ങനെ വളരപ്പെടെ. എന്തായാലും ഞാൻ പോവാണ്. പോവല്ലേടി. ഞാൻ പോവാണ്. ഇനി പണിയെടുത്തിട്ടേ ഉമ്മാന്റെ അടുത്തന്നെ കൊടുന്നു കൊടുത്താളി എല്ലതും. വേറെ പെണ്ണും കെട്ടണ്ട, അതാ നല്ലത്. നിങ്ങള് ഞാൻ കേറി വരുമ്പോ ഇങ്ങനെ ഒന്നുമല്ല ഞാൻ സ്വപ്നം കണ്ടിരുന്നത്. പട്ടിണി എടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്ത സാഹചര്യം എന്റെ ചെയ്ത സാഹചര്യം വ്യത്യാസമുണ്ട്. ഇങ്ങക്കൊന്നും പഠിച്ചോനെ എത്തിച്ചിട്ട് പൈസ ഇല്ലായി ഒന്നുമില്ലല്ലോ, അരി ഇല്ലായില്ലല്ലോ. പട്ടിണി എടുക്കാൻ എന്നെ കൊണ്ട് പറ്റേറ്റമ്മ. ഞാൻ പോവാ. പിന്നെ നിങ്ങൾ പറയണ പോലെ തന്നെ ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഒരു ദിവസേ നിങ്ങളെ മകനെ എന്റെ വീട്ടിൽ കൊടുത്ത് നിർത്തിയിട്ട് ഇജ്ജ് കാലാകാലം ഈ വീട്ടിൽ പറഞ്ഞ അനുസരിച്ച് നിക്കണം എന്ന് പറഞ്ഞാ നിങ്ങളെ മോ നിക്കോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ അമ്മ. ഓള് പോവാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് ഓളെ കണ്ടപ്പോ തന്നെ ഒക്കെ മനസ്സിലായിക്കണം. ഓള് ഞമ്മളെ സ്വഭാവത്തിന് ഒത്തൊരു പെണ്ണൊന്നല്ല. ഓളെ സ്വഭാവവും ഓളെ പെരുമാറ്റവും ഒക്കെ തന്നെ കണ്ടപ്പോ തന്നെ ഒക്കെ മനസ്സിലായിക്കണം. ഓള് പോവാണെങ്കിൽ പോയിക്കോട്ടെ, അനക്ക് ഇതില് നല്ലൊരു ബന്ധം ഉണ്ടാവും. ഇത് വെറുതെ ജോളെ പിന്നാലെ മണപ്പിച്ച് പോവാൻ നിക്കണ്ട.